കൊല്ലത്ത് UDF നടത്തിയ കുറ്റപത്ര സമർപ്പണ യോഗത്തിനെതിരെ പോലീസ് കേസെടുത്തു. ഗതാഗതം തടസ്സപ്പെടുത്തി ധർണ സംഘടിപ്പിച്ചെന്നാണ് കേസ്. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം ബിന്ദു കൃഷ്ണയടക്കം 25 പേരെയാണ് പ്രതി ചേർത്തത്. ലിജോ റോളൻസ് ചേരുന്നു. ലിജോ, എന്തുകൊണ്ടാണ് കേസെടുത്തത്? ഇന്നലെയാണ് കൊല്ലം കോർപ്പറേഷന് മുന്നിൽ ഒരു വശത്തേക്കുള്ള റോഡ് കെട്ടിയടച്ചുകൊണ്ട് ഒരു സമരം, അതായത് UDFന്റെ നേതൃത്വത്തിൽ കുറ്റപത്ര സമർപ്പണം എന്ന പേരിൽ ഒരു യോഗം ചേർന്നത്. അതിനെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ലോറി കൊണ്ട് കുറുകെയിട്ടതിന് ശേഷം അതിലായിരുന്നു വേദി ഒരുക്കിയിരുന്നത്, സ്റ്റേജ് ഒരുക്കിയിരുന്നത് അതിലായിരുന്നു. പക്ഷേ പോലീസ് ഇടപെട്ട് അതവിടെ നീക്കം ചെയ്യുകയും ഹൈക്കോടതി ഉത്തരവ് ഉൾപ്പെടെയുള്ള ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ലോറി അവിടെ നീക്കം ചെയ്തത്. എന്നിരുന്നാൽ പോലും ഒരു വശത്ത് കൂടെയുള്ള സഞ്ചാരം യോഗ്യമല്ലായിരുന്നു. ഏകദേശം 3-4 മണിക്കൂറുകളോളം അത്തരത്തിലൊരു സാഹചര്യം തുടർന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കൊല്ലം ഈസ്റ്റ് പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം ബിന്ദു കൃഷ്ണ, UDFന്റെ കൊല്ലത്തെ മേയർ സ്ഥാനാർത്ഥിയായിട്ടുള്ള AK ഹഫീസ് ഒന്നാം പ്രതിയാക്കിക്കൊണ്ടാണ് കേസെടുത്തിരിക്കുന്നത്. മറ്റാ വേദി സ്റ്റേജിൽ ഉണ്ടായിരുന്ന മറ്റ് TK സുൽഫി, ദീപ ആൽബർട്ട്, സദു പള്ളിത്തോട്ടം, മറ്റ് 20 പേർക്കുമെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഗതാഗതം തടസ്സപ്പെടുത്തി ധർണ സംഘടിപ്പിച്ചു എന്നുള്ളതാണ് ചുമത്തിയിരിക്കുന്ന വകുപ്പ്. ധന്യ. ശരി ലിജോ.